2019 ജനുവരി മാസം 14 ഗോവയിലെ പോണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വൃദ്ധ ദമ്പതി ഓടിയെത്തി. മകൾ യോഗ്യതയെ കാണാനില്ല എന്ന് അവർ ഒരു പരാതി നൽകി. പരാതി ലഭിച്ച പോലീസ് അടുത്ത ദിവസം, അതായത് ജനുവരി മാസം 15-ന് ആ ഗ്രാമത്തിന് പുറത്തുള്ള ഒറ്റപ്പെട്ട കൃഷിസ്ഥലത്ത് യോഗ്യതയുടെ ശരീരം മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടെത്തി. കൂടാതെ നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പോലീസും ആ ഒരു പരാതി അവസാനിപ്പിച്ചു. പോലീസിനെ സംബന്ധിച്ച് ഇത് അവരുടെ ധാരാളം കേസുകളിൽ ഒന്ന് മാത്രം. അതിനാൽ അങ്ങനെ ഒരു കേസായി കരുതി ഇതിനെ അശ്രദ്ധമായി വിട്ടു. പക്ഷെ മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയില്ലല്ലോ. അവർക്കുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു പോകാൻ തുടങ്ങി. ഒരു ഫംഗ്ഷന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ മകൾ ആ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു. ഫംഗ്ഷന് പോയപ്പോൾ അവൾ ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ അവളുടെ ശരീരത്തിൽ ഇല്ല. പോലീസ് പറഞ്ഞതുപോലെ ആത്മഹത്യയാണ് അവൾ ചെയ്തതെങ്കിൽ അവളുടെ സ്വർണമെല്ലാം എവിടെ പോയി? അല്ലെങ്കിൽ ആരെങ്കിലും അവളെ കൊലപ്പെടുത്തിയോ? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അവരിൽ ഉയരാൻ തുടങ്ങി. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അവർ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷെ പോലീസ് കേസ് അവസാനിച്ചു, കൂടുതൽ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ യോഗ്യതയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് അവസാനിപ്പിച്ചില്ല. ഇങ്ങനെ യോഗ്യത മരിച്ച് 2 മാസങ്ങൾക്ക് ശേഷം സേതൻ പട്ടേൽ എന്ന പുതിയ ഇൻസ്പെക്ടർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. യോഗ്യതയുടെ മാതാപിതാക്കൾ ആ ഇൻസ്പെക്ടറോട് നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അവർ വിശ്വസിച്ചതുപോലെ ആ പുതിയ ഇൻസ്പെക്ടർ യോഗ്യതയുടെ കേസ് പുനരന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷണം തുടങ്ങിയ ഇൻസ്പെക്ടറെ കാത്തിരുന്നത് ഒത്തിരി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. ഇത് ഒരു പക്ഷെ പ്രണയമായിരിക്കാം എന്ന് കരുതി അന്വേഷണം ആരംഭിച്ച പോലീസ് അവസാനം ഇത് കൊലപാതകയാണെന്ന് കണ്ടെത്തി. കൊലപാതകിയെ അറസ്റ്റും ചെയ്തു. ഇതോടുകൂടി യോഗ്യതയുടെ കേസും അവസാനിച്ചു. പക്ഷേ ആ കൊലയാളിയുടെ കേസ് അപ്പോഴാണ് ആരംഭിച്ചത്. അതെ, 2009 ഗോവയെ മുഴുവനും വിറപ്പിച്ചയാൾ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇത്രയും വർഷം ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്നോ എന്ന് ആ നാട്ടിലെ ജനങ്ങളെ ഞെട്ടിപ്പിച്ച ദുപ്പട്ട കില്ലർ എന്ന പേരിൽ പത്രങ്ങളിൽ പ്രസിദ്ധനായ ഒരു സീരിയൽ കില്ലർ കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. യോഗ്യതയുടെ കേസ് ഫയൽ എടുത്ത് പുനരന്വേഷണം ആരംഭിച്ച ഇൻസ്പെക്ടർ സേതൻ പട്ടേൽ ആദ്യം യോഗ്യതയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു. യോഗ്യതയുടെ ഫോണിലേക്ക് ഗോവ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നമ്പറിൽ നിന്നാണ് യോഗ്യതയ്ക്ക് അവസാനമായി കോൾ വന്നു എന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ചു. അങ്ങനെ അതിനെ പിന്തുടർന്ന് ആ വിദ്യാർത്ഥിയെ കണ്ടുപിടിച്ച പോലീസിന് നിരാശയായിരുന്നു കാത്തിരുന്നത്. കാരണം ആ ഫോൺ നമ്പർ തൻ്റേതാണ് എന്ന് ആ വിദ്യാർത്ഥി സമ്മതിച്ചു. പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസ് യോഗ്യതയുടെ ഫോൺ നമ്പർ ഉപേക്ഷിച്ച് ആ വിദ്യാർത്ഥിയുടെ നമ്പർ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആ നമ്പർ അപ്പോഴും ആക്റ്റീവ് ആണെന്ന് കണ്ടെത്തി. കൂടാതെ 23 വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ നമ്പറിൽ നിന്നും പതിവായി കോളുകൾ പോകുന്നു എന്നുള്ളതും പോലീസ് ശ്രദ്ധിച്ചപ്പോൾ ആ 23 വയസ്സുള്ള പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തി. അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് അടുത്ത ഞെട്ടൽ നൽകി. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞത്, ഒരു വ്യക്തി ഏറെ നാളായി തന്നെ ഭീഷണിപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. അയാൾ അവളെ സ്ഥിരമായി വിളിച്ച് പീഡിപ്പിക്കുന്നുവെന്ന് അവൾ പറഞ്ഞു. അവൻ ആരാണ്, എവിടെയാണ് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അത് തൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവാണ്, അവൻ്റെ പേര് മഹാനന്ദാണെന്നും അവൻ്റെ വിലാസവും അവൾ നൽകി. അവൻ്റെ ഫോൺ ലൊക്കേഷൻ തുടർന്ന് മാറിക്കൊണ്ടിരുന്നതിനാൽ പോലീസും അവനെ തുടർച്ചയായി നിരീക്ഷിച്ചു. 2009 ഏപ്രിൽ മാസം 21-ന് പോലീസ് അവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അവൻ യോഗ്യതയെ കൊലപ്പെടുത്തുകയും മറ്റൊരു പെൺകുട്ടിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതിനാൽ അവർ അവന്റെ നെഞ്ചിൽ ചവിട്ടി മറ്റെന്തൊക്കെ നീ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ പോലീസുകാർ അവന്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോഴും അവൻ ഒരൽപ്പം പോലും അനങ്ങാതെ കല്ലുപോലെയായിരുന്നു. തനിക്ക് ഒന്നും അറിയില്ല എന്ന് അവൻ പറഞ്ഞു. എന്നാൽ നെഞ്ചിൽ ചവിട്ടിയ പോലീസുകാർ അല്പം ഒന്ന് താഴേക്ക് ചവിട്ടാൻ തുടങ്ങി. അവന്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പോലീസിന് വീണ്ടും പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു നൽകിയത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 1994
തരവേൽ എന്ന സ്ഥലത്തുള്ള മഹാനന്ദ് ആ ഗ്രാമത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെ ശിരോദ എന്ന സ്ഥലത്ത് ഓട്ടോ ഓടിക്കുകയായിരുന്നു. എന്നാൽ തന്റെ ആഡംബര ജീവിതത്തിന് ആ വരുമാനം തികയാത്തതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഒടുവിൽ സ്ത്രീകളെ കബളിപ്പിച്ച് അവരിൽ നിന്നും ആഭരണങ്ങൾ തട്ടിയെടുക്കാം എന്നവൻ തീരുമാനിച്ചു. അതിനായി അവൻ തന്റെ ആദ്യ ഇരയായ ഗുലാബി എന്ന സ്ത്രീയെ തിരഞ്ഞെടുത്തു. തന്റെ ഓട്ടോ സ്റ്റാൻഡിനടുത്ത് പോണ്ട എന്ന മാർക്കറ്റിൽ ഒരു തയ്യൽ കടയിൽ ജോലി ചെയ്യുന്ന ഗുലാബി എന്ന സ്ത്രീയുമായി ഒരു ബന്ധമുണ്ടാക്കി. 30 വയസ്സുള്ള ആ സ്ത്രീക്ക് ഇതുവരെയും വിവാഹമായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവൻ അവളെ പ്രണയിക്കുകയാണെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് പലയിടങ്ങളിൽ പോകാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം പുതിയ തയ്യൽ കട തുടങ്ങാൻ പണം നൽകാം എന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലുള്ള ആഭരണങ്ങളെല്ലാം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 29, 1994 അവൾ അവനെ വിശ്വസിച്ച് ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. എന്നിട്ട് അവളുമായി ഒരു സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഗുലാബി കണ്ണടച്ച് കിടക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവളുടെ തലയിൽ തന്നെ അടിക്കാൻ ശ്രമിച്ചു. എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാത്ത ഗുലാബി ഇത് തമാശയല്ല എന്ന് മാത്രം മനസ്സിലാക്കി. പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ച ഗുലാബി ശരീരത്തിൽ ഒരു തുണി പോലും ഇല്ലാതെ ആ കാടിനുള്ളിൽ പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി. അവനും അവളെ പിന്തുടർന്ന് ഓടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവനിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ഓടുമ്പോൾ അവളുടെ തലയിൽ എന്തോ ശക്തിയായി ഇടിച്ചു. അതവളുടെ പുറകിൽ ഓടിക്കൊണ്ടിരുന്ന മഹാനന്ദ് എറിഞ്ഞ കല്ലായിരുന്നു. അതിൽ അവൾ സമനില തെറ്റി താഴെ വീണു. മുഖത്തു നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. ആ രക്തം കണ്ടയുടനെ അവൾ തളർന്നു വീണു. പക്ഷേ പൂർണ്ണ ബോധരഹിതയാകുന്നതിന് മുൻപ് അടുത്ത കല്ല് വീണ്ടും ഗുലാബിയുടെ തലയിലേക്ക് വീണു. താഴെ വീണ് കിടന്ന ഗുലാബിയുടെ കൈയും കാലും പിടയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും അവൻ തുടർച്ചയായി കല്ല് തലയിൽ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. തുടർന്ന് അവളുടെ ജീവൻ അവളുടെ ശരീരം വിട്ടു പോകാൻ തുടങ്ങി. അത് ആൾ സഞ്ചാരമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ അവളുടെ നിലവിളി ആരും കേട്ടില്ല. അവൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവളുടെ പക്കലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ അവൻ തന്റെ ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പോലീസിൽ അകപ്പെടും എന്ന് ഭയപ്പെട്ടു. ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ ഭയം അപ്രത്യക്ഷമാകാൻ തുടങ്ങി. എന്തിനും ഏതിൽ നിന്നും രക്ഷപ്പെടാം എന്നൊരു വിചാരം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അവൻ തന്റെ അടുത്ത ലക്ഷ്യത്തെ ഉറപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് അധികമൊന്നും പണിപ്പെട്ടില്ല. തന്റെ വീടിന് എതിർവശത്ത് 21 വയസ്സുള്ള ദർശന എന്ന പെൺകുട്ടിയെ ലക്ഷ്യം വെച്ചു. അവൾക്ക് 21 വയസ്സ് മാത്രം. പക്ഷെ അമ്മയായ ലക്ഷ്മിക്ക് വയസ്സ് 75 ആയിരുന്നു. ആ പ്രായത്തിലും അവർ ജോലിക്ക് പോയി കുടുംബത്തെ നന്നായി തന്നെ നോക്കുന്നു. താൻ മരിക്കുന്നതിന് മുൻപ് മകളായ ദർശനെ വിവാഹം കഴിപ്പിക്കണം എന്ന ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി മകൾക്ക് കുറച്ച് ആഭരണങ്ങളും കരുതി വെച്ചു. ഇപ്പോൾ അവളുടെ അമ്മ ജോലിക്ക് പോയതിനു ശേഷം ദർശന വീട്ടിൽ തനിച്ചാണ് എന്ന് മഹാനന്ദ് ശ്രദ്ധിച്ചു. അങ്ങനെ പതിയെ പതിയെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവളെ തന്റെ പ്രണയ കെണിയിൽ വീഴ്ത്തി. തങ്ങളുടെ പ്രണയം ഒരിക്കലും കുടുംബം അംഗീകരിക്കില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തി. നമുക്ക് ഒളിച്ചോടാമെന്നും വീട്ടിൽ നിന്നും ആഭരണങ്ങൾ കൊണ്ടുവരാനും ആവശ്യപ്പെട്ടു. അങ്ങനെ അവനെ വിശ്വസിച്ചു വന്ന ദർശനയെ ഒരു ഒറ്റപ്പെട്ട കശുമാവിൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ദർശനയുമായി ഒരു സ്വകാര്യതയിൽ ഏർപ്പെട്ടു. ആ സമയത്ത് അവളുടെ ദുപ്പട്ട എടുത്ത് അവളുടെ കഴുത്തിൽ ചുറ്റി ഞെരിക്കാൻ തുടങ്ങി. പക്ഷെ ദർശനയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതിരോധവും ഉണ്ടായില്ല. കാരണം അവൻ അവളുമായി അടുത്തിടപഴകുമ്പോഴെല്ലാം അവളോട് ഇങ്ങനെ കളിക്കുന്നത് ഒരു ശീലമാക്കിയിരുന്നു. അതിനാൽ എല്ലാം ഒരു ഗെയിമാണെന്ന് കരുതിയ ദർശനയ്ക്ക് ഇത് കളിയല്ല, കാര്യമാണ് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ദർശനയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾക്ക് നിലവിളിക്കാൻ സാധിക്കുന്നില്ല. കണ്ണുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവളുടെ കൈകാലുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. എല്ലാം കുറച്ച് മിനിറ്റ് മാത്രം. അവസാനം അവളുടെ ശ്വാസം നിലച്ചു. ഇപ്പൊ മഹാനന്ദ് അവളെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന കശുമാവിൽ തൂക്കിലേറ്റി. എന്നിട്ട് അവളുടെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. 1994 സെപ്റ്റംബർ മാസം 30 ദർശനയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. പതിവ് പോലെ അന്വേഷണമൊന്നും ഇല്ലാതെ ദർശന ആത്മഹത്യ ചെയ്തുവെന്ന് പോലീസ് പറയുകയും ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ അവൻ ചെയ്ത 2 കൊലപാതകങ്ങളിലും അറസ്റ്റ് ആകാത്തതിനാൽ പോലീസും ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് മഹാനന്ദ് പെൺകുട്ടികളെ ദുപ്പട്ട ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത് ഒരു ശീലമാക്കി മാറ്റി. സമയവും കാലവും എല്ലാം അവൻ അനുകൂലമായി മാറി. 1994 മുതൽ 2009 വരെ ആ 15 വർഷത്തിനുള്ളിൽ അവൻ 16 കൊലപാതകങ്ങൾ നടത്തി. നമ്മൾ ആമുഖത്തിൽ കണ്ട യോഗ്യതയുടെ കൊലപാതകമാണ് അവന്റെ അവസാനത്തെ കൊലപാതകം. അവൻ യോഗ്യതയെ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ചു. താൻ പണക്കാരനാണെന്ന് അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷെ യോഗ്യത ഒരു ദരിദ്ര കുടുംബത്തിലുള്ളവളാണ്. അതിനാൽ എന്റെ വീട്ടിൽ നിന്നെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ള എല്ലാ ആഭരണങ്ങളും നീ ധരിച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ എന്നും അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു.
അവളും വിശ്വസിച്ച് അവന്റെ കൂടെ വന്നപ്പോൾ അവളെ ഒറ്റപ്പെട്ട ഒരു കശുമാവിൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ രണ്ടുപേരും സ്വകാര്യതയിലായി. ആ സമയത്ത് യോഗ്യത കണ്ണടച്ചു കിടക്കുമ്പോൾ യോഗ്യത ധരിച്ചിരുന്ന ദുപ്പട്ട എടുത്ത് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. കാലിൽ ചുറ്റിയ പാമ്പ് തീർച്ചയായും കടിക്കും. അതുപോലെ അവളുടെ കഴുത്തിൽ ചുറ്റിയ ആ ദുപ്പട്ട തീർച്ചയായും തന്റെ ജീവൻ എടുക്കുമെന്ന് യോഗ്യതയ്ക്ക് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. നിന്നെ വിശ്വസിച്ച് വന്നതിന് ഞാനിത് അർഹിക്കുന്നു എന്ന രീതിയിൽ, ആ ഒരു ഭാവത്തിൽ അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. ശരീരം മാത്രമാണല്ലേ നിനക്ക് ആവശ്യം, എന്നെ നിനക്ക് ആവശ്യമില്ലല്ലോ. ഈ ഒരു രീതിയിൽ യോഗ്യതയുടെ ജീവൻ അവളുടെ ശരീരം വിട്ട് പതിയെ പതിയെ പോകാൻ തുടങ്ങി. അവളുടെ മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ സുരക്ഷിതമായി എടുത്ത മഹാനന്ദ് അവളുടെ മൃതദേഹം ദുപ്പട്ടയോടുകൂടി എടുത്ത് അവിടെയുള്ള മരത്തിൽ തൂക്കി. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇങ്ങനെ 1994 മുതൽ 2009 വരെ ഈ 15 വർഷത്തിനുള്ളിൽ അവൻ 16 കൊലപാതകങ്ങൾ നടത്തി. കൂടാതെ ധാരാളം മിസ്സിംഗ് കേസുകളും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ പോലും പോലീസ് ഒന്നും കണ്ടുപിടിച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ അവരത് കണ്ടെത്താൻ പോലും ശ്രമിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. ആരോടൊപ്പമെങ്കിലും അവൾ ഒളിച്ചോടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ഒന്നും കണ്ടെത്താൻ ശ്രമിച്ചതുമില്ല. പോലീസിന് ഒരു സമ്മർദ്ദം ചെലുത്തി അന്വേഷിപ്പിക്കാൻ ഇരയുടെ കുടുംബത്തിന് പണമോ അധികാരമോ ഇല്ലായിരുന്നു. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ മഹാനന്ദ് വിവാഹം കഴിച്ചു. അതിൽ ഒരു കുട്ടിയും ജനിച്ചു. എന്നാൽ അതിനുശേഷവും അവൻ അവസാനിപ്പിച്ചില്ല. അയാൾ തന്റെ ഭാര്യയുടെ സുഹൃത്തിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം അയാൾ അവളെ ബലാത്സംഗം ചെയ്തു. അതിനുശേഷം ഇതിനെക്കുറിച്ച് പുറത്ത് പറയും എന്ന് അവളെ ഭീഷണിപ്പെടുത്തി തുടർന്നും അവളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യോഗ്യതയുടെ കേസ് അന്വേഷിച്ച സേതൻ പട്ടേലാണ് ഇതെല്ലാം അവസാനിപ്പിച്ചത്. ഈ 16 കൊലപാതകത്തിനും ബലാത്സംഗത്തിനും ഇതുവരെയും ഒരു പൂർണ്ണ വിധി വന്നില്ല എങ്കിലും ചില കേസുകൾ തെളിയിക്കപ്പെടുകയും ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം അവൻ ഇത്രയേറെ കൊലപാതകങ്ങൾ ചെയ്തത്? ആരാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റവാളി? തുടർച്ചയായി കുറ്റകൃത്യം ചെയ്ത മഹാനന്ദാണോ? അല്ലെങ്കിൽ തങ്ങളുടെ ജോലി ശരിയായി ചെയ്യാത്ത, ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാത്ത പോലീസുകാരാണോ? എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപാട് കേസുകൾ അവഗണിച്ചതും പോലീസ് തന്നെയാണ്. ഈ കേസ് ശരിയായി അന്വേഷിച്ച് കൊലപാതകയെ കണ്ടെത്തി അവന് ശിക്ഷ വാങ്ങിക്കൊടുത്തതും പോലീസ് തന്നെയാണ്. വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട്. എല്ലാ പോലീസുകാരും ഒരുപോലെയല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സതൻ പട്ടേൽ എന്ന പോലീസ് അധികാരി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.